ഗാസയിൽ വെടിനിർത്തൽ നടപ്പായിട്ടും ബന്ദികളെ ഇരുകൂട്ടരും കൈമാറുമ്പോഴും ഇസ്രയേലിന് കനത്ത തോതിൽ ആയുധങ്ങൾ വിൽക്കുകയാണ് അമേരിക്ക. ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ $7 ബില്യൺ അധികം മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പോർട്ടുകൾ പ്രകാരം $6.75 ബില്യൺ യുദ്ധോപകരണങ്ങൾ, മാർഗനിർദ്ദേശ കിറ്റുകൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം അറിയിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിങ് കമ്പനിയും ലോക്ഹീഡ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ്. ഇസ്രയേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ 3000 ഹെൽഫയർ മിസൈലുകളും ഉൾപ്പെടുന്നു. ഇവയുടെ ചെലവ് ഏകദേശം $660 മില്യൺ. ഈ മിസൈലുകളുടെ വിതരണം 2028 നടക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിൻ്റെ ആയുധശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിൻ്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പ്പായിട്ടാണ് ഈ വിൽപ്പനയെ കാണുന്നത്. വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെബനോണിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ ബക്ക മേഖലയിലെ ജന്നറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 8 ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലെബനോണിൻ്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ആ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും ശക്തമായ രീതിയിൽ തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ബക്ക താഴ്വരയിലും ഇസ്രായേൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി അവസാനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിലേക്ക് 2000 പൗണ്ട് ബോംബുകൾ അയക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഹമാസുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയായാണ് ട്രംപിൻ്റെ ഈ നീക്കം കണക്കാക്കപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഇതാദ്യവുമല്ല. 2019 മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് $8 ബില്യൺ വിലമതിക്കുന്ന ആയുധങ്ങൾ വേഗത്തിൽ എത്തിക്കാനുള്ള നടപടികളും ട്രംപ് അന്ന് കൈക്കൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംയുക്ത പത്രസമ്മേളനത്തിനിടെ പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ ഗാസയെ സ്വന്തമാക്കുമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. പലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് മാറ്റി പാർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ലോകവ്യാപകമായി വലിയ എതിർപ്പാണ് ഉയർന്നത്. അതൊരിക്കലും നടപ്പാകില്ലെന്ന് കണ്ടതോടെ ട്രംപ് കളം മാറ്റി ചവിട്ടുകയാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി വീണ്ടും ഗാസയെ ഒരു ചുടലപ്പറമ്പാക്കാനാണ് ട്രംപിൻ്റെ ഈ പുതിയ നീക്കം.